ഹായ്. അപ്പോൾ 2025 നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പം 2024 പുറത്തിറങ്ങി അതേപോലെ നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽ ചെയ്തൊരു വാഹനത്തിന് വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ബ്രാൻഡെന്നും ഏതാണ് വേരിയൻ്റ് എന്നും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. കാരണം നമ്മുടെ ഇപ്പം തന്നെ വാഹനത്തെ പറ്റിയൊക്കെ നല്ല നോളജ് ഉള്ളവരാണ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പ്രേക്ഷകരും. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ തന്നെ ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ, നമുക്ക് നെക്സോൺ, ടാറ്റ നെക്സോണിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്. കാരണം ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കാരണം ഈ 5 സ്റ്റാർ സേഫ്റ്റി, അതേപോലെ തന്നെ ടാറ്റയുടെ ഒരു തിരിച്ചുവരവ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ തിരിച്ചുവരവ് വളരെയധികം ജനപ്രീതി നേടുകയും അതേപോലെ ഒരുപാട് റെക്കോർഡ് സെയിലൊക്കെ നടത്തുകയും ചെയ്തൊരു മോഡലാണ് ടാറ്റ നെക്സോൺ. അതിൻ്റെ മൂന്നാമത്തെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഉള്ളൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്നാമത്തെ ഫേസ് ലിഫ്റ്റാണ് ഈ വാഹനം. അപ്പോൾ അതിൽ വാഹനം വന്നതിന് ശേഷം ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ പതിപ്പ് ടാറ്റ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ ഒരു അലോയ്സ് ആണ്. ഒരു നോർമൽ നെക്സോണിൽ വരുന്നതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അലോയ്സ് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈനിലാണ് കാണുന്നത്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായിട്ടാണ് വാഹനം വരുന്നത്. പിന്നെ ഡാർക്ക് എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സത്യം പറയാമല്ലോ, നമ്മൾ ബ്ലാക്ക് വണ്ടികളിൽ നെക്സോണിൽ പ്രത്യേക ഒരു എടുപ്പ് തന്നെയുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഫോഗ് ലാംപ്സിൽ ഇതിൽ വരുന്നില്ല, ഇത് കഴിഞ്ഞുള്ള വേരിയൻസിലുണ്ടാവും. ഇതിൽ വരുന്നത് പിന്നെ ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, അത് പ്രൊജക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ LED ആണ് വരുന്നത്. പിന്നെ ഇതിന് DRL നല്ല ഭംഗിയാണ്, വാഹനം ദൂരെ നിന്ന് വരുന്നത് കാണാനായിട്ട്. രണ്ട് സൈഡിൽ DRL കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിയറിൽ വന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഒരു കംപ്ലീറ്റ്ലി നല്ല റീഡിസൈൻ ചെയ്തൊരു മോഡലാണ് ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത്. റിയറിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് വാഹനം കാണാനായിട്ട്. നല്ലൊരു ബീസ്റ്റ് ലുക്കാണ്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു SUV-യുടേതായ ഒരു ഡ്രൈവിംഗ് കംഫോർട്ടും അതേപോലെ റോഡ് പ്രസൻസും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ബ്ലാക്ക് എഡിഷൻ എനിക്ക് തോന്നുന്നു ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് നല്ലൊരു പ്രീമിയം ലെവലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സോൺ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും അഭിപ്രായവും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നെക്സോണിൻ്റെ EV ടോപ്പിൻ്റെ വരുമ്പോഴേക്കും അതിന് പനോറമിക് സൺറൂഫ് വരെ വരുന്നുണ്ടാവും. ഇത് പെട്രോൾ വേരിയൻ്റാണ്. ഓക്കെ.